ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു ഭജനയൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഞാൻ പോകുമെന്ന്. ഇന്ന് ആ ദിവസമാണ്. ഞാൻ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭജൻ ആദ്യമായിട്ട് നേരിൽ കേൾക്കാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ 5-5:30 എത്തിയിട്ടുണ്ട്. 8 മണിയുടെ പരിപാടിയാണെന്ന് ആലോചിക്കണം. അതിന് വന്നിരിക്കുന്ന ആൾക്കാരുടെ തിരക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ 5:30 എത്തിയുള്ളൂ. പക്ഷേ ഈ നിൽക്കുന്നവരിൽ പല ആൾക്കാരും 1 മണിക്കും 2 മണിക്കും 3 മണിക്കും തൊട്ട് വന്നിരിക്കുന്നവരുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല 5 മണിക്കും 5:30 വരുമ്പോൾ ഇത് ഇത്രയും ഫിൽഡ് ആയിരിക്കും എന്ന്. ഞാൻ വിചാരിച്ചു അധികം ആരും വന്നിട്ടുണ്ടാവില്ല, എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ഐ വാസ് ടോട്ടലി റോങ്. എല്ലാവരും വളരെ നേരത്തെ ഇവിടെ എത്തി. വെയിറ്റിംഗ് ആണ് പരിപാടിക്ക് വേണ്ടി. ഓൾമോസ്റ്റ് ടൈം 7:30 ആയി. അപ്പോൾ ഇവിടെ ഒരു മെഗാ തിരുവാതിര ഓർഗനൈസ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നോക്കുമ്പോൾ സ്ക്രീനിൽ കാണുന്നു നവീനെ. അപ്പോൾ നമുക്ക് മനസ്സിലായി ദാറ്റ് ദ ടീം ഹാസ് ഓൾറെഡി അറൈവ്. അങ്ങനെ ഇറ്റ്സ് ജസ്റ്റ് 20 minutes ലെഫ്റ്റ് ഫോർ ദ പരിപാടി ടു ബിഗിൻ. ആൻഡ് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഞാൻ ഈ പരിപാടി അറ്റൻഡ് ചെയ്യണമെന്ന് കാലങ്ങളായിട്ട് വിചാരിക്കുന്നുണ്ട്. ഇവിടെ എറണാകുളത്ത് 2-3 അമ്പലങ്ങളിൽ വന്നപ്പോൾ പോകണമെന്നും വിചാരിച്ചാണ്. അന്നൊക്കെ ഓരോ കാരണങ്ങൾ കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഫൈനലി ഈ പരിപാടി അറ്റൻഡ് ചെയ്യാൻ പോകാം. അതേ നവീൻ ആൻഡ് ടീം ഹാസ് കം. അവരുടെ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഇറ്റ്സ് ടൈം. വളരെ ചുരുങ്ങിയ വാക്കുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഭജന പാടാൻ വന്നിരിക്കുകയാണ്. ചെമ്പട്ടോടുത്തു കെട്ടി ചിത്രശീലം പണിഞ്ഞ് ചന്തമോടിനോട് ചാരവേ വന്നിടേണം മണ്ണു തിന്ന കണ്ണനല്ലേ മണ്ണിൻ നിത്യനാഥനല്ലേ ശംഖുവില്ല കുഴലുമില്ല എന്നിന്റെ ഉള്ളിൽ നിന്നെ അറിയരുതേ രാഗയറിയരുതേ ഇത് ഗുരുവായൂർ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റം കൂടെ ഞാൻ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. ആൻഡ് ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. 3 മണിക്കൂറല്ല, ഈ പരിപാടിക്ക് വേണ്ടി 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്താലും ടോട്ടലി വർത്താന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ദറ്റ് വൈബ് ആൻഡ് ദ പോസിറ്റിവിറ്റി ദാറ്റ് യു ഗെറ്റ് ആഫ്റ്റർ അറ്റൻഡിങ് ദിസ് പ്രോഗ്രാം ഇസ് ജസ്റ്റ് ടു മച്ച്. സോ ഇഫ് യു ഹാവൻറ്റ് അറ്റൻഡഡ് എ നന്ദഗോവിന്ദം ഭജൻ till date, it's better you go and attend one because it's a magical experience. Trust me, it's not like the normal bhajans. This is something you will definitely enjoy.